പ്രകൃതി എന്നെപ്പോലെ ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ട അതിമനോഹരമായ ഒരു ദൈവിക അനുഭവമാണല്ലേ. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ എല്ലാം മനസ്സിനെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ഈ കുഞ്ഞു കുഞ്ഞു വനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചൂടൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ചൂടൊന്നുമില്ല കേട്ടോ, കുറച്ച് നല്ല തണുത്ത കാറ്റൊക്കെയാണ്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴും അതികഠിനമായിട്ടുള്ള തണുപ്പാണ് കേട്ടോ. അതുമാത്രമല്ല, ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല തണുത്ത കാറ്റ് കാലാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദോഷങ്ങളും ഉണ്ട് കേട്ടോ. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ കടുത്ത അട്ടശല്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. പിന്നെ പ്രകൃതിയെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവൻ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ മനോഹാരിത അനുഭവിച്ചറിയുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ ഇതെൻ്റെ വീടും വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കേട്ടോ. വളരെ കാണാൻ നല്ല രസമൊക്കെയാണ്. അതുപോലെ തന്നെ പ്രത്യേകം ഈ കിളികളുടെ സൗണ്ടും ഒച്ചകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരങ്ങന്മാർ, അതുപോലെ മയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെരുമ്പാമ്പിനെയും കാണാറുണ്ട്. അത് ഞങ്ങൾക്കൊരു പേടിയുള്ള കാര്യം തന്നെയാണ് കേട്ടോ.